നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിൽ ഇന്റർനെറ്റ് ഒട്ടും ഉപയോഗിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാകും അല്ലേ? പ്രത്യേകിച്ച് പ്രായമായവർ അല്ലെങ്കിൽ ഒരു പഴയ ഫോൺ മാത്രം ഉപയോഗിക്കുന്നവർ. അവർക്ക് കോൾ വിളിക്കാനും സ്വീകരിക്കാനും മാത്രമായിരിക്കും ഒരു ഫോണിന്റെ ആവശ്യം വരിക. പക്ഷെ ഓരോ മാസവും അവർ വൻ തുക നൽകി ഡേറ്റ കൂടി ഉൾപ്പെട്ട പ്ലാനുകൾ എടുക്കാൻ നിർബന്ധിതരാകുകയാണ് അല്ലേ? ഇന്റർനെറ്റ് ഡേറ്റ ആവശ്യമില്ലാത്തവരുടെ മേൽ എല്ലാ കമ്പനികളും അത് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്നതായി നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നിയിട്ടില്ലേ? ഇതിനൊരു അന്ത്യം കുറിച്ചുകൊണ്ട് ട്രായ് ഇപ്പോൾ പുതിയ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ 2024 ഡിസംബറിൽ കൊണ്ടുവന്ന 12ാം ഭേദഗതി നിയമം TCPR 12th അമെൻമെന്റ് 2025 പൂർണ്ണമായും പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇതിലെ പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. വോയിസ് SMS പ്ലാനുകൾ നിർബന്ധമാക്കി. എല്ലാ കമ്പനികളും ഡാറ്റ ഇല്ലാത്ത കോളിംഗും മെസ്സേജും മാത്രമുള്ള പ്ലാനുകൾ ഉപഭോക്താക്കൾക്ക് നൽകണം. 365 ദിവസത്തെ വാലിഡിറ്റി സംബന്ധിച്ച് ഇത്തരം വോയിസ് പ്ലാനുകൾക്ക് 1 വർഷം വരെ കാലാവധി നൽകാൻ കമ്പനികൾ ബാധ്യസ്ഥരാണ്. ഇനി 10 രൂപ റീചാർജ്, അതിനെക്കുറിച്ച് പറയാം. സാധാരണക്കാർക്കായി 10 രൂപയുടെയെങ്കിലും ഒരു ടോപ്പ് അപ്പ് വൗച്ചർ ലഭ്യമാക്കിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിന്റെ ഗുണം ആർക്കൊക്കെയാണ്? ഇതിന്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരൊക്കെയാണ്? ഇന്ത്യയിലെ ഏകദേശം 15 കോടി 2G ഉപയോക്താക്കൾക്കും ഇൻകമിംഗ് കോളുകൾക്കായി മാത്രം രണ്ടാമതൊരു സിം ഉപയോഗിക്കുന്നവർക്കും ഇത് വലിയൊരു ആശ്വാസമാണ്. മാത്രമല്ല, വൈഫൈ ഉള്ള വീടുകളിൽ മൊബൈൽ ഡാറ്റ ആവശ്യമില്ലാത്തവർക്കും ഈ പ്ലാനുകൾ തീർച്ചയായും തിരഞ്ഞെടുക്കാം. അത് ലാഭകരമാവും. ഇപ്പോൾ നിലവിലുള്ള ചില പ്രധാന പ്ലാനുകളെക്കുറിച്ചും ഇക്കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. എയർടെൽ 1849 രൂപയ്ക്ക് 1 വർഷത്തേക്ക് അൺലിമിറ്റഡ് കോളും 3600 SMS ലഭിക്കും. ഡാറ്റ ഉണ്ടാവില്ല. ഇനി ജിയോയെക്കുറിച്ച് പറഞ്ഞാൽ 1748 രൂപയ്ക്ക് 336 ദിവസത്തേക്ക് വോയിസ് SMS മാത്രമുള്ള പ്ലാൻ ലഭ്യമാക്കിയിട്ടുണ്ട്. വോഡാഫോൺ ഐഡിയ 1460 രൂപയ്ക്ക് 270 ദിവസത്തെ വാലിഡിറ്റിയിൽ വോയിസ് പ്ലാൻ നൽകുന്നു. BSNL എന്നും സാധാരണക്കാരുടെ കൂടെയുള്ള BSNL ആണ് ഏറ്റവും കുറഞ്ഞ നിരക്ക് നൽകുന്നത്. വിളിച്ചാൽ കിട്ടില്ല എന്നുള്ളത് അവരെക്കുറിച്ചുള്ള വലിയൊരു ആക്ഷേപമാണെങ്കിലും 99 രൂപയ്ക്ക് 15 മുതൽ 17 ദിവസം വരെയും 1499 രൂപയ്ക്ക് 300 ദിവസത്തേക്കും അൺലിമിറ്റഡ് കോളുകൾ BSNL വാഗ്ദാനം ചെയ്യുന്നു. ഇപ്പോൾ പറഞ്ഞ പ്ലാൻ നിരക്കുകൾ എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ കമ്പനിക്ക് അധികാരമുള്ളതിനാൽ നിങ്ങൾ റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് അതത് കമ്പനികളുടെ വെബ്സൈറ്റോ ആപ്പോ പരിശോധിച്ചിട്ട് മാത്രം റീചാർജ് ചെയ്യുക. ഇനി പലരും പേടിക്കുന്നത് റീചാർജ് ചെയ്തില്ലെങ്കിൽ സിം ഉടനെ കട്ടായി പോകുമോ എന്നാണ്. എന്നാൽ ഭയം വേണ്ട. ട്രൈ നിയമപ്രകാരം ഒരു സിം 90 ദിവസത്തേക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ മാത്രമേ ഡീആക്ടിവേറ്റ് ആവുകയുള്ളൂ. നിങ്ങളുടെ സിമ്മിൽ 20 രൂപയെങ്കിലും മെയിൻ ബാലൻസ് ഉണ്ടെങ്കിൽ കമ്പനിക്ക് സിം ഡിസ്കണക്ട് ചെയ്യാൻ കഴിയില്ല. അവർ 20 രൂപ ഈടാക്കി വാലിഡിറ്റി 30 ദിവസം കൂടി നീട്ടി നൽകേണ്ടി വരും. സിം ഡീആക്റ്റീവ് ആയാലും 15 ദിവസത്തെ ഗ്രേസ് പീരിയഡ് നിങ്ങൾക്ക് നൽകേണ്ടി വരുന്നുണ്ട്. മറ്റൊരു മഹാ തലവേദനയാണ് നമുക്ക് ആവശ്യമില്ലാത്ത പരസ്യങ്ങൾ നമ്മളെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി കേൾപ്പിക്കുന്ന സ്പാം കോളുകൾ. ഇത് നമുക്കങ്ങനെ തടയാം എന്ന് പറയാം. ഇൻകമിംഗ് കോളുകൾക്കായി പണം നൽകേണ്ടി വരുമ്പോൾ സ്പാം കോളുകൾ വലിയ ശല്യമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 140 എന്ന നമ്പറിൽ തുടങ്ങുന്ന പരസ്യ കോളുകളും 160 എന്ന് തുടങ്ങുന്ന ബാങ്ക് പോലുള്ള ഔദ്യോഗിക കോളുകളുമായി ട്രൈ അവയെ തരംതിരിച്ചിട്ടുണ്ട്. DND ആപ്പിലൂടെ നിങ്ങൾക്ക് പരാതി നൽകാനും അത് ഒഴിവാക്കാനും സാധിക്കും. ചുരുക്കത്തിൽ ഉപഭോക്താവിന്റെ തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെയാണ് ട്രായ് സംരക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒന്നിന് പണം നൽകേണ്ടതില്ല. നിങ്ങളുടെ ആവശ്യത്തിന് അനുയോജ്യമായ പ്ലാൻ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ വിവരം മാക്സിമം ആളുകളിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ മുതിർന്നവരിലേക്ക് എത്തിക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ദയവായി നിങ്ങളിത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.